എടാ മൈക്ക് തുപ്പി നാശാക്കണ്ടാ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉല്ലാസ് വ്ലോഗ്സിന് മറ്റേ പുതുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ മൂന്നാർ റിസോർട്ടിൽ വരുന്ന വരെ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പ് വരെയാണ് കണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ അതിൻ്റെ അടുത്ത ദിവസം മുതലാണ് സുധിയേട്ടനുണ്ട്, വിഷ്ണു ഉണ്ട്. കണ്ടോ കിടന്നു നിന്ന കോലം. ഞാനും വിഷ്ണുവോട് സുധിയേട്ടനും നമ്മുടെ ക്ലീനർ പയ്യനും ഇവിടെ പുള്ളിക്കാരൻ കുളിക്കാൻ പോർക്കാണ്. അപ്പോൾ എന്തായാലും സമയം 7:56, 8 മണി ആവാറായി. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇന്നത്തെ പരിപാടി. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണാം, അതായത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമ്മൾ താമസിച്ച റിസോർട്ടാണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം ഇവിടെ അവിടെ എന്തോ ഒരു പോലെയാണ്, പക്ഷേ അവിടെയാണ് നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റപ്പ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ കയറി പോകണം. വലിയൊരു കുന്ന് കയറി പോകണം തന്നെ പറയാം. മുകളിലായിട്ട് നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട് അവിടെ ഇവിടെ കേട്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ പിള്ളേരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ചാനൽ ഫേസ്ബുക്ക് പേജും അതൊന്നും ഫോളോ ചെയ്യാത്തവർക്ക് ഇപ്പം തന്നെ ഫോളോ ചെയ്യുക. സുധിയേട്ടൻ എന്താ അവിടെ ഒതുങ്ങിയിരിക്കണം, സെൻ്റൊക്കെ പൂശിയിട്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കുന്നിടത്ത് എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷം നോക്കാം. ഓ ഫുള്ള് കണ്ടോ, ഫുള്ള് ആർട്ട് വർക്കിൽ. സഞ്ജയ് എന്തായാലും നല്ലൊരു തീമാണ്. അതുകൊണ്ട് ഫുഡ് കഴിക്കുന്നിടത്താണ് നമ്മൾ. അങ്ങനെ ഫുഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഫുഡ് വന്നിട്ടില്ല. വേറെ കോളേജിലെ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓ എന്താ അവിടെ ഒരു അരുവി എന്തോ പോകുന്നുണ്ട്, അങ്ങനെ നല്ല സൗണ്ട് ഉണ്ട്. നിസാർക്ക് വിളിക്കണം, ഫുഡ് വന്നോ തോന്നണോ. ഓക്കെ, അപ്പോൾ ഫുഡ് വന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ കാരണം എന്തിന് എനിക്ക് ഓട്ടോ അടിപൊളി. ആഹാ, അതിന്റെ ഗായ്സ് എട്ടരയ്ക്ക് ഇവര് നേരത്തെ പറഞ്ഞു. എന്നിട്ട് എത്ര മണിക്കൂർ ഇറങ്ങി? എന്റെ മറ്റേ വണ്ടി 11-12 മണിക്കേറ്റ് ഇവിടുന്ന് പോവാണ്. മറ്റേ കറുപ്പ് വണ്ടി. ഞാനെന്ത് ചെയ്യാനാ പോരെ, അവരതിന് വഴിക്കിട്ട് ഇറങ്ങി, ഞങ്ങളെന്ത് ചെയ്യാനാ? എന്നാ അവരെ മുന്നിൽ കൂടെ പോകണ്ടത്. പക്ഷെ പിടുത്തപ്പെട്ട അഭിപ്രായം എന്ന് പറഞ്ഞു. ഇതെന്താ സാധനം ഇത്ര കനല്ലാത്ത? പൂരിയാണല്ലേ? നിങ്ങളെ പ്രശസ്തനാവാൻ പോവാ. പൂരി ഉണ്ട്, ദോശ ഉണ്ട്, ഇടിയപ്പമുണ്ട്, മുട്ടക്കറി, കടലക്കറി എല്ലാം കൂടി. ഇത് കടലക്കറി, ഇത് മുട്ടക്കറി. പൂരിന് ഒരു കുറവില്ല. അഭിപ്രായം. നമ്മൾ ബാക്കിയുള്ള പിള്ളേരൊക്കെ അവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ആമ്പിള്ളേര് മാത്രം വന്നിട്ടില്ല. അവന്മാര് മുട്ട മറ്റേ രാവിലെയും കഴിച്ചിട്ടില്ല. ഇന്നലെ രാവിലെ മുട്ട കഴിച്ചിട്ടില്ല, അത് ഞാനാ കഴിച്ചത്. ഇന്നലെ 2 മണിക്ക് കഴിക്കുന്നത് ഞാൻ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിക്കൽ കഴിഞ്ഞു. ഇതാ നമ്മുടെ 2-3 പിള്ളേരുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ബസ് കയറി. വിഷ്ണു ദാ മുന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലണ്ടൻ്റെ നമ്മുടെ മറ്റേ കല്ലിയങ്കാട്ട് നീലി അവിടെ കിടക്കുന്നുണ്ട്. ചേച്ചി വേറെ ലെവലാ. അതുപോലെ തന്നെ സുധീഷ് ചേട്ടനൊക്കെ ബസ്സിലേക്ക് ചാടിക്കയറി പോയിട്ടുണ്ട്. അതൊക്കെ നേരത്തെ ചാടിക്കയറി പോയിട്ടുണ്ട്, തീറ്റ കഴിഞ്ഞിട്ട് ഞാൻ ഓടിയുണ്ടത്. അപ്പോൾ നമ്മുടെ ബസ് തിരിച്ചിട്ട് എല്ലാം റെഡിയായി. ഫുഡ് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരും വലിച്ചവരി കയറ്റട്ടെ. തന്നോളൂ, താങ്ക് യു. പൈസ കിട്ടി, സംഗതി നല്ല ബാലൻസാണ് ഹോട്ടൽ കൊടുത്തതിൻ്റെ. ടീച്ചർ എന്തായി, കഴിഞ്ഞോ? ഗൈസ്, അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലെത്തിയിരിക്കുകയാണ്. സുധിയേട്ടൻ ഓൺ ഹോട്ട് ഡ്രൈവ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. നമ്മൾ ഓരോ ട്രിപ്പ്
അപ്പൊ കാണില്ലേ? അപ്പൊ അങ്ങനെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് അപ്ഡേറ്റ്സ് മൊത്തം അതിലാണ് വരിക. ഗൈസ് ടീച്ചർക്ക് ഫോട്ടോ എടുത്തോട്ട് കൊടുക്കണം. സുധേട്ടനും ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്തളകണ്ട് പോകുന്നുണ്ട്. സംഗതി ഇടയ്ക്കിടയ്ക്ക് ഫാൻ ഓണാക്കിയിട്ട് ഈ ചങ്ങേനെ വെറുപ്പിക്കുന്നുണ്ട്. നല്ല ഭ്രാന്ത് ഓഫാക്കി വെച്ചാ. ഇവിടെ അടിയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് എക്കോ പോയിന്റ് കുണ്ടള ഡാം, അതുപോലെ തന്നെ നേരെ ടോപ്പിലായിട്ട് നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് ഒരു താഴത്തോട്ട് വരാനുള്ള കമാൻ അത് വേറെ കാര്യം. അപ്പൊ നമുക്ക് വേറെ അതായത് വിഷ്ണു ഉണ്ടാവും. ഇന്നലെ എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നത് ഫാനും ഇട്ടിട്ട് ഇത് സുഖമായിട്ട് കടന്നുറങ്ങുന്നത് കേൾക്കില്ല. എടാ മൈക്ക് തുപ്പി നാശം കണ്ടാ. അടുത്തത് പൂച്ചയുടെ സൗണ്ടാണ്. അത് കഴിഞ്ഞ ഷൗക്ക് നായയുടെ സൗണ്ട് ഉണ്ട്. അടുത്തതായി നായിന്റെ സൗണ്ടാണ്. അടുത്തത് കുറച്ച് ടഫ് ആയിട്ടുള്ള സൗണ്ടാണ്. കാക്കന്റെ സൗണ്ട് കേട്ടോ. അടുത്ത സൗണ്ട് ഈ സൗണ്ട് ആരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോ എല്ലാരും സൗണ്ട് ഇല്ലായിരിക്കും. ഈ സൗണ്ട് എടുക്കാൻ പോകുന്നത് ഉറുമ്പിന്റെ സൗണ്ടാണ്. കേട്ടില്ല, ഇതാണ് ഉറുമ്പിന്റെ സൗണ്ട് കേട്ടോ. അടുത്തത് നിങ്ങൾ കേട്ടുമ്പോൾ അറിയില്ല, വളരെ ഫേമസ് ആയിട്ടുള്ള എനിക്ക് ഷൗക്കത്തിന് മാത്രമേ ഇത് അറിയുള്ളൂ. ബഹിരാകാശ ജീവിയായ സുറാട്ടിപ്പ. സുറാട്ടിപ്പ 4 കിലോ 100. ഓറഞ്ചാപ്പിളെ വടച്ചായ ചായ വടച്ചായ ചായ വട പെറാട്ട ചായ. ഞങ്ങളെ പാട്ടിനടിക്കലും വെച്ചൊക്കെ ഉണ്ടോ? കോയിന്റെ സൗണ്ട് അജ്മൽ ഖാൻ. കോഴിയെ വാറന്തലാണോ? അടുത്തതായി ചൂന വിളിക്കുന്ന സൗണ്ടാണ്. എല്ലാവർക്കും ഐഡന്റിഫൈ പറ്റിയിട്ടുണ്ടാവില്ല, മാത്രം മനസ്സിലായിട്ടുള്ളൂ. അങ്ങനെ ഉള്ളിൽ ഫുള്ള് അലമ്പായിട്ടുള്ളതാണ്. അപ്പോ നമ്മള് എക്കോ പോയിന്റ് എത്താറ് തലമുടിയൊക്കെ ചെയ്തിട്ട് ഗ്ലാമർ ആവാൻ നോക്കാണ്. നമ്മൾ എക്കോ പോയിന്റ് എത്താറായി. ഒരു മനുഷ്യന്റെ കുട്ടീനും കാണാൻ എന്താ വെച്ചെന്ന് ഇന്ന് വണ്ടികളൊന്നും ഇല്ലേ. നമ്മള് വരുന്നത് എല്ലാരും മാറിയിട്ട് വണ്ടികളൊന്നും കാണാനല്ല. മറ്റേ 2-3 ടോപ്പ് സ്റ്റേഷൻ പോയൊക്കെ അവിടെ വണ്ടികൾ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഈ സാധനം മാറ്റിക്കാതെ നിങ്ങളെ കാണാല. അവിടെ മുകളിൽ തിരിക്കും. മുകളിൽ ഫോട്ടോ ലൈറ്റിന്റെ മുകളിൽ വെച്ചാ അവിടെ വെച്ചാ തിരിച്ചേക്കടാ. തിരിച്ചേക്ക് അങ്ങനെ വെച്ചാ നിങ്ങളെ കാണും. മറ്റേ അതിന്റെ മറവ് അങ്ങനെ കാണണമെന്നില്ല. അപ്പൊ നമ്മള് എക്കോ പോയിന്റ് പർച്ചേസിങ് സ്ഥലത്തൊക്കെയാണ്. എന്തായാലും വണ്ടി തിരിച്ച് അവിടെ ഇറങ്ങിയിട്ട് അവിടെ കൊണ്ടിട്ടാ
അപ്പൊ ഗായ്സ് നമ്മൾ കുണ്ടള ഡാമിലേക്ക് എത്തിയിരിക്കുന്നു. ആർക്ക് എന്തെങ്കിലും പറയണ്ടോ? കുണ്ടള ഡാം വണ്ടിയോടെ അകത്ത് വമ്പം ഗാനമേളയാണ് കുണ്ടള ഡാമിന്റെ ഒരു ഷോ. സുധിയേട്ടൻ എന്താ അവിടെ മാസം നമുക്ക് അടിപൊളി ഗാനമേള നോക്കാം. ആരാ പാടും? അങ്ങനെ ടോപ്പ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഒറ്റ വണ്ടി പോലും ഇല്ല. സമയം ഫുൾ കാലി. നോക്കിയോക്ക്, സാധാരണ എത്ര തിരക്ക. ഇന്നിപ്പോൾ നേരത്തെ എത്തിയതാണോ? 11 മണിയല്ലോ. വണ്ടികളൊക്കെ വരേണ്ട ടൈമായില്ലേ? ഇന്ന് വണ്ടികളില്ല പോകുന്നുണ്ട്. എന്ത് പറ്റി അറിയില്ല. നോക്കിയോക്കാം. വിഷ്ണുവിനെ ഞാൻ നീക്കിച്ചു. എവിടെ നീക്കറിയില്ല. ഈ ബാഗ് പിടിച്ചണ്ണി. അപ്പോ അവിടെ ഒരു ബസ് എടുക്കുന്നു. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം ഒരേ റൂട്ടാണെങ്കിൽ ഇതവിടെ അച്ചൂസിൻ്റെ ചെറിയ വണ്ടി ഐസർ ഫ്രണ്ട് സെഡ് വണ്ണാക്കിയിട്ട് ടോപ്പിന്നൊക്കെ മാറ്റി. എന്തായാലും സംഗതി അടിപൊളിയാണ്. ബുക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം. അതുപോലെ തന്നെ ഇന്ന് തീരെ തിരക്കില്ല, കാരണം വണ്ടികൾ പറ്റ കുറവാണെന്ന് തോന്നുന്നുണ്ട്. നല്ല വെയിലും ഉണ്ട്, കണ്ണിക്കൊക്കെ അടിച്ചിട്ട്. അവിടെ നമുക്ക് എൻട്രി ഇല്ലേ? ആ ഉണ്ടേ, എല്ലാവരും വന്നാലേ. ഗായ്സ് നമുക്കങ്ങനെ ഇവിടെ 20 രൂപ ടിക്കറ്റാണ്. പക്ഷേ ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് താഴത്തൊരു വേറെ ടിക്കറ്റും കൂടി വേണമെന്നാണ് പറയുന്നത്. സംഗതി എന്തോ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും താഴത്ത് 25 രൂപയുടെ ടിക്കറ്റും കൂടി ഉണ്ട്. നമുക്ക് നോക്കിയാൽ എന്തായാലും അത് കണ്ടു കഴിഞ്ഞോ? മിസ്സൊക്കെ താഴത്ത് ഇപ്പം തന്നെ സെറ്റിലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് മുകളിലേക്കൊന്ന് പോയേക്കാം. താഴത്ത് വേറെ ടിക്കറ്റ് എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ പോയി നോക്കാം. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ടാമത്തെ ടിക്കറ്റ് ഏരിയ പ്രൈവറ്റ് പ്രോപ്പർട്ടി പറഞ്ഞ എൻട്രൻസിന് പറഞ്ഞിട്ട് അവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട്. 100 മീറ്റേഴ്സിന് പോയാൽ സംഗതി സാധാരണ നമുക്ക് സിംഗിൾ ടിക്കറ്റ് കൊണ്ട് പോയി പോരാമെന്നായിരുന്നു. സംഗതി ആരോ ലീസിന് എടുത്തിട്ട് എന്തൊക്കെയാണ് അങ്ങനെ സംഗതി എന്നൊക്കെയാണ് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഫാദർ താഴത്തേക്ക് പോയിട്ടുണ്ട്. ഫാദർ ഇറങ്ങിക്കോളും, ബാക്കിയുള്ളവരെ കൂട്ടിയിട്ട് വരാം. ഓക്കെ, ഇവിടെ സേഫ് അല്ല. അജയ് ജ്യോതിന്റെ കൈ പിടിച്ചാണോ? എന്തരാ ആണ്ട്രാജ് വാ, ടിക്കറ്റ് എടുക്കാണ്ട് ഇജ്ജ് വന്നാ. ടിക്കറ്റ് ആണല്ലോ നമുക്ക് ടിക്കറ്റ് ഇടണം. ടിക്കറ്റ് ഇത് തിരിച്ചു കയറാൻ ടിക്കറ്റ് ഇങ്ങോട്ട് തരണം. പറയുന്നു സംഗതി പ്രശ്നമാവും. ഓ ഗൈസ്, അപ്പോൾ ഇവിടുന്നാണ് സംഗതി രണ്ടാമത്തെ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. അപ്പോൾ ടിക്കറ്റ് വേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് എടുക്കണ്ട. പോകേണ്ടവർക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം മതി. സംഗതി എന്തോ കേസൊന്നും നടന്നുകൊണ്ടിരിക്കുകയെന്ന് നമ്മളുടെ ഇവർ പറഞ്ഞു. അപ്പോൾ ഡബിൾ ടിക്കറ്റ് ആണ്. എല്ലാവരെയും ശ്രദ്ധയ്ക്ക്, പാക്കേജർമാരുടെ ശ്രദ്ധയ്ക്ക്. അതുപോലെ തന്നെ ഇതാണ്ടോ, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ, അജയ് 2 സ്റ്റെപ്പൊക്കെ ഇട്ട് വാ. ആ ഷാള് വിരിച്ച് കടന്നടായി. അവർക്ക് അവിടെ നിൽക്കണ നോക്കിയാ അതിന് പിടിച്ചോ. ചാർലിക്ക് അങ്ങനെ ഒരു ഷാൾ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ വെറുതെ കൊണ്ടുപോവോ?
ഇനി താഴത്തേക്കുണ്ട് ടീച്ചറെ. ഇപ്പോഴും മൊത്തം താഴത്തെ എത്തിയിട്ടില്ല, ഇനി താഴത്തേക്ക് പോകണ്ട്. ടീച്ചർ കരച്ച് തീർന്നു. ചത്താല് ഞാൻ പാടുന്നു. പോണത്. ഓ ഗൈസ്, അങ്ങനെ ഇവന്മാരെല്ലാവരും ഇറങ്ങിപ്പോകും. ഞാൻ മുകളിൽ കാവൽ ടീച്ചറിനെ കാവൽ നിർത്തി. അത് കഴിഞ്ഞതാ എല്ലാവരും കിതച്ച് കയറിക്കൊണ്ടിരിക്കണം. എങ്ങനെയുണ്ട് കിതപ്പ്? പോട്ടെ, വാക്കുകൾ ഉണ്ടാവില്ല. കിതപ്പാണ്. പോട്ടെ പോട്ടെ. നേരെ പറഞ്ഞു പ്രോട്ടീൻ ആണോ? അപ്പോ ATM ഒക്കെ വേണ്ട ചേച്ചി. ക്യാമറ ഇല്ലേ അന്ന് നമ്മൾ അവിടെ പോയപ്പോ ചേച്ചി ഗോപ്രോ. ഗോപ്രോ മച്ചാൻ. പിള്ളേർ ഓരോന്ന് വന്നു, ഞങ്ങൾ ഓരോ തിന്നു. ക്യാരറ്റ് ഇതൊക്കെ ഓരോരുത്തർ സ്പോൺസറാണ്. ഇതെൻ്റെ ഇതുപോലെ. അങ്ങനെ ഒരുപാട് നേരത്തെ വാശിയേറിയ എന്താ പറയുക പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് സംഗതി ഏതാണ്ട് 3/4 മണിക്കൂറോളം പർച്ചേസ് മാത്രമായിട്ട് അവർ ചിലവാക്കിയിട്ടുണ്ട്. ആ 2 നമ്പർ പ്രത്യേകം പറഞ്ഞത്. അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. എല്ലാവരുടെ അടുത്തും ഓരോ കിഴികളുണ്ട്. ഒന്ന് അവിടെ ഇവിടെയൊക്കെ കിഴികളുണ്ട്, ക്യാരറ്റുകളുണ്ട്. ഇവനൊരു കോഴീനെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കുണ്ടള ഡാമിലേക്കാണ് അടുത്തത്. അപ്പോഴേക്കും ഇപ്പോൾ തന്നെ സമയം കുണ്ടള ഡാം 1:30 ഇപ്പോൾ സമയം. അപ്പോൾ ഫുഡ് ഏതാണ്ട് 3-3:30 നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഓക്കെ, അപ്പോൾ പിള്ളേർ ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിലായിട്ട് നടക്കുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് എത്തി. സുധീഷേട്ടനൊന്നും കാണാനല്ല, ടീച്ചർമാരോട് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള പിള്ളേർ അവിടെ എവിടെയൊക്കെ ഉണ്ട്. കൃഷ്ണ അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ അടുത്ത നമുക്ക് മാട്ടുപ്പെട്ടി ഡാം, അടുത്ത നമുക്ക് കുണ്ടള ഡാം കൊടുക്കുക. എന്നിട്ട് മാട്ടുപ്പെട്ടി ഡാം, അതിൻ്റെ ഇടയിൽ എക്കോ പോയിന്റ് ഉണ്ട്. ഫുഡ് കുണ്ടള ഡാം കഴിഞ്ഞ് ഫുഡും. അങ്ങനെ നമ്മൾ നമ്മുടെ എന്താ പറയുക കുണ്ടള ഡാമിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ നമ്മുടെ ടെലിഫോർഡിൻ്റെ വണ്ടി കിടക്കുന്നത് ബ്ലാക്ക്. ഓക്കെ, ബാക്കി നമ്മുടെ പിള്ളേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എടാ പിന്നാക്കം നിൽക്കണേ, വേഗം പോരും, ഫുഡ് കഴിക്കണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഏത് വണ്ടിയാ, മലർവാടി കിടക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പിൽ ഫ്രണ്ട്സിൻ്റെ വണ്ടിയും കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പെട്ടെന്ന് പോകണം. കാരണം എന്താ വെച്ചാൽ ഫുഡ് കഴിക്കാൻ വഴുകും, നല്ലോണം വഴുകുന്ന വെച്ചാൽ ഇപ്പോൾ തന്നെ 3 മണി 2 മണിയായി. ഇനി 3 മണിയാവും ഫുഡ് കഴിച്ച് വരുമ്പോഴേക്കും. അപ്പോൾ അതിലും നല്ലത് നമുക്ക് നേരത്തെ ഫുഡ് കഴിച്ചത് നേരത്തെ പരിപാടി നോക്കില്ലേ. ഓക്കെ, അപ്പോൾ ചിന്നുവിൻ്റെ വണ്ടിയും ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ വണ്ടി ഗ്രാഫ് വളരെ സിമ്പിൾ, ഫുൾ ബ്ലാക്കിൽ സ്റ്റിക്കർ വർക്കാണ്. സ്റ്റിക്കർ അടിച്ചെടുക്കുകയാണ്. എന്തായാലും നല്ല വൃത്തി, അത്യാവശ്യം അലമ്പാക്കാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ നമ്മുടെ ജിന്നിനെ പോകുന്നുണ്ട്. ജിന്നിന് ചെറിയൊരു കട്ട് പോലെ എന്തായാലും അതുണ്ട്. പിന്നെ ഫ്രണ്ട്സിൻ്റെ വണ്ടി ഉണ്ട് അവിടെ. യെസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ട്. പേര് പറയാട്ടാ, അഫ്സൽ. യെസ്, ലാസ്റ്റ് ഞാൻ തന്നെയാണ്. പേര് പറയും. ഏത് വണ്ടി കൊണ്ടാ? മലർവാടി കൊണ്ട്. മലർവാടി കൊടുക്കുന്നത് നമ്മുടെ സെറ്റ് ബാക്ക് ആണ്. മറ്റേ ഏട്ടൻ്റെ പേര് എന്ത്? ഷബീറിനാണ്. അപ്പോൾ എപ്പോൾ ഇനി ഇവിടുന്ന് മോളിക്ക് പോവാ? ഞങ്ങൾ മോള് ആദ്യക്ക് വരാം. ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലേറ്റായി ഫുഡ് കഴിക്കാൻ. നോക്കെ ഞാൻ പിള്ളേരെ ഒന്ന് കൊണ്ട് കാണിച്ചു തരട്ടെ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പിള്ളേർ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഗൈസ്, അതിൻ്റെ മുകളിൽ കൊച്ചിന് കുരങ്ങൻ അവിടെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ കാവലുണ്ട്. സംഗതി വല്ലാണ്ട് സീനാക്കാൻ പോയാൽ ചിലപ്പോൾ നമ്മളായിട്ട് പെരട്ട് വരും. വേറെ കാര്യം, ജസ്റ്റ് തോണ്ടാൻ പോയാൽ നമ്മളെ നല്ല രീതിയിലാക്കും. അനക്ക് പൂച്ചക്കുട്ടി ഫോൺ കിട്ടിയില്ലേ? അപ്പോൾ ഓൺ ഗോയിങ് ആണ്. നമ്മുടെ എല്ലാ ആണുങ്ങളും ഇറങ്ങിയാടാ, ബോയ്സ് ഫുള്ള് ഇറങ്ങിയോ? ഓക്കെ, അപ്പോൾ നമ്മളെന്താ വെച്ചാൽ പറ്റുന്നവരടുത്ത് വന്നതാണ്. ഓ ഗൈസ്, നമുക്ക് കഴിഞ്ഞ തവണ പോയപ്പോൾ എല്ലാ ഷട്ടറും തുറന്നു. ഇത്തവണ 2 ഷട്ടർ മാത്രമേ തുറന്നിട്ടുള്ളൂ. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. 2 ഷട്ടർ ഇത്തവണ ഉള്ളൂ. അപ്പോൾ
സംഗതി ക്ലൈമറ്റ് മാറിയില്ലേ, ഡിസംബർ ആ ടൈമിലൊക്കെ അല്ല നമ്മൾ വന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയും കുറഞ്ഞ കാരണം ഷട്ടർ താത്തിയതാവും ചിലപ്പോൾ. ഇന്നേ സംഗതി വല്ലാത്തൊരിതാണ്. ഇതാണ് നമ്മുടെ ചെയിൻ ഓപ്പറേറ്റർ. പഴയ സാധനമാണ്, പുതിയതല്ല. പുതിയതൊക്കെ അവിടെയാണ്. ഓക്കെ, ഒക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ട്. പുതിയതാണെന്നാലും പുതിയതായിട്ട് നമ്മുടെ കൈ കൊണ്ട് തിരിച്ചിട്ട് പൊക്കാവുന്ന ഷട്ടറിൻ്റെ ഇതെല്ലാം ഇവിടെയാണ്. അയ്യോ, ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഈ രീതിയിൽ 3 എണ്ണം തുറന്നുണ്ട്. ഒരെണ്ണം വളരെ ശക്തിയിട്ട് ബാക്കി 2 ചെറുതായിട്ടും തുറന്നുണ്ട്. ഒരു പരീക്ഷണം നോക്കുന്നോ? അപ്പോൾ എന്തായാലും അവിടെ ചെക്കന്മാർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. +2 +1 ബാച്ചിട്ട് എന്തായാലും സംഗതി വല്ലാത്തൊരു ഇത് തന്നെയാണ്. ട്രാവൽ മേറ്റിൻ്റെ ഗ്രീനിയറിൽ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ ആ പടച്ചോളെ. ആ അപ്പോൾ നമ്മൾ ട്രാവൽ മേറ്റിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പാടെ ചെക്കന്മാര് അത് അടിപൊളിയാക്കി ഉണ്ട്. അമ്പേ പോകുന്ന വഴിക്ക് ചെക്കന്മാരെല്ലാവരും ഉറങ്ങിയിരിക്കുക പോകുന്നുണ്ട്. നീക്കാൻ പറ. എന്നാ ഈ പറഞ്ഞു. അപ്പോൾ ഗൈസ് ഫുഡ് കഴിക്കാൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചായൻ്റെ ഫുഡിങ് സ്പോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു 6, 8, 10 വണ്ടികളൊക്കെ ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്യാപ്പൊക്കെ ഉണ്ട്. ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഫുഡിങ് തുടങ്ങാം. ഫുഡിങ് എന്തൊക്കെയുള്ളത് നോക്കിയാൽ നമുക്ക് ചോറും കറികളൊക്കെയാണ് പറഞ്ഞത് ഉച്ചയ്ക്ക്. ഇവിടെ നോക്കുക എല്ലാം കൊണ്ട് കൊടുത്തു. നമുക്ക് കഴിക്കല്ലേ ഇഷ്ടം? ഞാൻ കൊടുത്തോ, കഴിച്ചു. നല്ല കൂളിങ് വാട്ടർ പോയി കഴിയത്. ഇതുകൊണ്ട് വേണേൽ കൊച്ചിന് കളിക്കാൻ കൊടുക്കായിരുന്നു. എല്ലാ കുറുക്കന്മാരും കൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പോരാ. അങ്ങനെ നമ്മള് നമ്മുടെ എക്കോ പോയിന്റ് പരിപാടിയും കഴിഞ്ഞതാ. പിള്ളേർ എല്ലാവരും കൂടി തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ കുറേ പിള്ളേർ ഇവന്മാരെ തല്ലാൻ വേണ്ടിയിട്ട് വടി കൊണ്ട് വന്നിട്ടുണ്ട്. പ്രോ പിള്ളേരാണ്. അടിച്ചിഴിപ്പ്. അപ്പൊ നമ്മള് നേരെ നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് പോവാ. പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, വായി എന്നാ പിള്ളേരെ വെക്കുന്നത്. അച്ഛാ അങ്ങോട്ട് വീശച്ചാ. ഇതെന്താ നട റോട്ടിൽ നിന്നിട്ട് ഫോട്ടോഗ്രാഫി? അപ്പൊ സംഗതി നമ്മൾ എക്കോ പോയിന്റ് അതാണ്. വണ്ടി വരും. അങ്ങനെ നമ്മൾ കുണ്ടള ഡാമിൻ്റെ സൈഡ്, അതായത് നമ്മൾ കുണ്ടള ഡാം ക്രോസ് ചെയ്ത് വന്നിട്ട് അതുകൊണ്ട് ഈ ഒരു സൈഡിലായിട്ട് വണ്ടി അതുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ പിള്ളേരൊക്കെ ഇതാണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരെല്ലാവരും കുണ്ടള ഡാം വെച്ച സംഗതി പെട്ടെന്ന് നോക്കുക, വല്ലാണ്ട് വഴുകണ്ട എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പരിപാടി നോക്കണം. ഇപ്പോൾ തന്നെ സമയം ഏതാണ്ട് 5:30 അപ്പോൾ 5:30 വല്ലാണ്ട് നമ്മൾ വഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, കാരണം അവിടെ ഇറങ്ങാനല്ല, നമുക്ക് DJ എന്തൊക്കെ കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ മാക്സിമം അവിടെ റെസ്റ്റ് എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ആണ്
നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ഇതാ പട്ടുറുമാലിൻ്റെ ഒരു വണ്ടി. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം നോക്കാം. മിസ്സന്മാരൊട്ടും കുറവല്ല കൂക്കണേ. മിസ് കൂക്കിയിട്ടേ ഇല്ലല്ലോ. അതാ ഒരു കുതിര പോടാ കൂടെ പോടാ. ചേട്ടാ കുറച്ച് ദൂരം കൂടുതൽ കൊണ്ടുപോവാ, 100 രൂപയ്ക്ക് മുതലാവണമെങ്കിൽ. അല്ല മേഡം, അല്ല മേഡം, ഇപ്പൊ പറഞ്ഞാ മതിയോ? ഞാൻ 3 ചെയ്തിരിക്കുന്നു. ഞാൻ ഈ വണ്ടർ വീട്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മൾ റിപ്പൾട്ടിയുടെ ഇതിൽ വന്നപ്പോൾ നമ്മുടെ മലർവാടിയുടെ ഒരു നമ്മുടെ സെറ്റ് വേഗ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തായാലും ഉള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ മുമ്പ് അതിൻ്റെ ആൾക്കാരെ എല്ലാവരും പരിചയപ്പെടുത്തണം. അതൊന്ന് പരിചയപ്പെടുത്തിയിട്ട് റെഡിക്ക് തരാം. ഇതാണ് മെയിൻ സാരഥി എന്ന് പറയാം. പേര് പറയും? മൊയ്തീൻ. അപ്പോൾ എത്ര ആളായി മലർവാടിയിൽ? 7 കൊല്ലായി. അടിപൊളി. ഇതാ അടുത്ത ഈ ചങ്ങ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കാണാറുണ്ട്. ഓണർ മൊയിലാളി പറ പേര് പറ. തെൻസിൽ. അപ്പോൾ തെൻസിൽ ഈ വണ്ടി ഇപ്പോൾ എങ്ങനെയുണ്ട് ഓട്ടം? കുഴപ്പമില്ല. ബാക്കി ആരൊക്കെ ഉണ്ട് വണ്ടേ സ്റ്റാഫായിട്ട്? പേര് പറയൂ. ഷാഹിദ്. ഡ്രൈവറിനാണോ? പാക്കേജറാണ്. അടിപൊളി. എന്നാ ഉള്ളതിലായിരിക്കും ഉണക്കി തരോ? പാട്ടൊന്നും ഇടരുത് കേട്ടോ, ദയവ് ചെയ്തിട്ട് കോപ്പറേറ്റ് തരും. സംഗതി ഇങ്ങനത്തെ ലൈറ്റ്. ആ ഇൻവേർട്ടർ ഒന്ന് കണക്കോ. സംഗതി എന്ന് വെച്ചാൽ മിക്സർ ചാടിക്കൊക്കെ ലൈറ്റുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജർ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്, എല്ലാ പോർട്ടിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഇതുണ്ടല്ലേ നമ്മുടെ ഈ ഒരു രീതിയിലുള്ള കറങ്ങി തിരിയുന്ന ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ബില്ലറ്റ് ഉണ്ട്. അതൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, പിന്നീട് പറയുകയാണെങ്കിൽ ഏറ്റവും ബാക്കിലായിട്ട് നമ്മുടെ JBLൻ്റെ 1500 വാട്ട്സിൻ്റെ 2 ഇത് പഞ്ച് ബോക്സിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ സ്പീക്കർ പൈനിയറിൻ്റെ വരുന്നുണ്ട്. സൗണ്ട് സിസ്റ്റം എങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഇത് കുറുക്കിയിട്ടില്ല. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്തായാലും വണ്ടി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഫ്രണ്ടിൽ ബില്ലറ്റും ഡബിൾ TV വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ TV ആണ്. TV എത്ര ഇഞ്ചാ സെൻട്രൽ TV? 24 ഇഞ്ച്. 24 അല്ല, 32 ഇഞ്ച്. ഓക്കെ, 32 ഇഞ്ച്. പിന്നെ ഫ്രണ്ടിൽ ഒരു 55 ഇഞ്ചിൻ്റെ വലിയ TV വരുന്നുണ്ട്. ആൻഡ്രോയിഡ് TV ആണ് രണ്ടും. പിന്നെ വാട്ടർ ചാർജർ കൂളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് അങ്ങനെ ആയിട്ട് സെറ്റാണ്. പിന്നെ ഏതിൻ്റെ സൗണ്ട് വർക്ക് എടുത്തമ്മ? ഷിയാസ് ഓഡിയോസിൻ്റെ ആണ് സൗണ്ട് വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉള്ളത്തെ ഓഫ് ചെയ്തോളൂ, ഇൻവെർട്ടറാണ്, താങ്ങണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ലെയ്ലാൻഡ് ആണ്. 160 ആണോ? 180 ആണ്. 180 വെച്ചു. അതായത് ഡയറക്റ്റ് എഞ്ചിൻ. ഇതാണ് എഞ്ചിൻ്റെ, അതായത് നമ്മുടെ AC കംപ്രസറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നത്. അങ്ങനെ അതൊക്കെ ആയിട്ടാണ് ഈ ഒരു വണ്ടർ വിശേഷം. നമ്മുടെ പിള്ളേരെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് സെറ്റാക്കാം.
ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ജന്നയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ആ അച്ചായൻ്റെ ഹായത്തിന് തൊട്ടടുത്തായിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ DJ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ DJ എപ്പോഴും ജന്നയിലാണ് കൊടുക്കാറ്. അപ്പോൾ ഇപ്പോൾ വണ്ടിക്കാരൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് കൊടുത്തിട്ട് സംഗതി നോക്കാം. ഇവിടെ പിന്നെ ഒരു ബേക്കറിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് DJ കൊടുത്തിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ഗ്യാഡ്ബീനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഗ്യാഡ്ബിയുടെ കൂടെ വേറെ ആളും കൂടി ഉണ്ട്, പുതിയ ഒരാൾ. എന്താ പേര്? രമ്യ. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ തന്നെയാണ് അല്ലേ, വൈഫാണ്. അപ്പോൾ അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് ഫോളോയുണ്ട്. പുള്ളിക്കാരത്തിയായിട്ടാണ് ട്രിപ്പ് പോലും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അത് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് കളറൊക്കെ അല്ലേ. ഓക്കെ, പിള്ളേരൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. DJ കഴിച്ച് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. സംഗതി അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടാവും. നമ്മുടെ മയത്തോടെ 2 വണ്ടികളും ഇറക്കുന്നുണ്ട്. ഇസബെല്ല അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാടെയൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ സംഗതി അവിടുത്തെ തിരക്കുണ്ട്, നമുക്ക് പോവാം. ഓക്കെ, നമുക്ക് ഫുഡിനെടുത്ത് അൽഫാം ഉണ്ട്, ചപ്പാത്തി, പൊറോട്ട, മന്തി റൈസ്, നമ്മുടെ ഗീ റൈസ്, അതുപോലെ തന്നെ കുബൂസ്, ചിക്കൻ കറി, മൈനസ്, അച്ചാർ, ചില്ലി കോഴി, വെജിറ്റേറിയൻസ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഫുഡിൻ്റെ സെറ്റ് ചെയ്തിട്ട്. എന്തായാലും സംഗതി ബാക്കിയുള്ളവരൊക്കെ കഴിച്ചു, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ വേഗം കഴിക്കട്ടെ. ഓക്കെ, എന്നിട്ട് പിന്നെ കാണാം. കുറച്ചുകൂടെ ഇങ്ങോട്ട് വാ ഇതിൻ്റെ സെൻറ്ററിൽ. ഓക്കെ, അവിടെ ഇന്നിപ്പോ ഈ ട്രിപ്പ് എല്ലാവരും അടിപൊളിയെന്ന് പറയാൻ കാരണം അച്ഛനാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച പോലൊരു ട്രിപ്പല്ല ഇന്നിവിടെ നടന്നത്. ബാക്കി പറയണ്ട, അച്ഛനുള്ളത് കൊണ്ടാണ് വ്യത്യസ്തമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല ഇവിടെ വന്നിട്ട് ട്രിപ്പ് മൊത്തം മാറിയത്. അച്ഛൻ്റെ പ്രസൻസ് ഭയങ്കരമായിരുന്നു. കൂടെ 2 മാമും ചാരി മാമും ആൻമിസും അലാൻ മാമും അടിപൊളിയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ടൂറ് ഭയങ്കര രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ അച്ഛന്, പിന്നെ ഷാരി മിസ്, ശരിക്ക് ഇവരെല്ലാം നമ്മളെ കൊണ്ടുപോയത്. ഇവരെ നമ്മള് നയിക്കുകയാണ് ചെയ്തത്. അക്രമിന്റെ ഫോണില് ഓൻ്റെ ഒരു ഫോട്ടോ അല്ല, ഫുള്ള് ഇവരെ ഫോട്ടോ ആണ്. ഇവര് 2 ആള് മാത്രം. ഇവര് 3 ആളാണ് ട്രിപ്പിന് വിളിക്കുന്നത്. എന്തായാലും ട്രിപ്പ് അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങളെ റിസോർട്ടിലുള്ള ഞങ്ങളെ റൂമായിരുന്നു. റൂം അടിപൊളിയായിരുന്നു. കിഷോർ 10ാം ക്ലാസ് പാസ്സായില്ലേ? കിഷോർ 10ഒക്കെ പാസ്സായി. 10ന്റെ കാലോടെ പറയാൻ പറ്റില്ല. എന്താണ് 10ാം ക്ലാസ്സിന്റെ കഥ? അത് എങ്ങനെയാണ് പറയാൻ പറ്റില്ല മിസ്സേ. അത് രഹസ്യം.
കിഷോറിനെ പറയും പോയി അവിടുന്ന്. അത് പെണ്ണുങ്ങൾക്ക് പറയാൻ പറ്റും. എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. പറയേണ്ടത് നിങ്ങളാണ്. ഒരു 1.5 മാസം മുന്നേ തുടങ്ങിയതാണ് ഈ ടൂറിന്റെ പുറകില്. ഷാരിമിസിന് അറിയാം, ബോയ്സിന് അറിയാം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കോൺഫറൻസ് കോളുകൾ ഇഷ്ടം പോലെ, ഒരുപാട് രാത്രികളിലൊക്കെ വളരെ വൈകിയാണ് കടന്നിട്ടുള്ളത്. പക്ഷെ ഈ ടൂറിന് നന്നായിരുന്നില്ല സാർ. ഞാനിതിന് അഭിപ്രായം പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് നല്ല രാത്രി. സംഭവം ഞാൻ നല്ല ഉറങ്ങിയിട്ടില്ലെങ്കിലും ഞാൻ സത്യത്തിൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഇല്ല, ഇതുവരെ ഒന്നും ഉറക്കിയിട്ടില്ല. അങ്ങനെ ബോധമില്ലാതെ ചിലപ്പോ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഉറക്കം ശരിയാവാൻ. അതാണ് അവരിങ്ങനെ പറയുന്നത് കേട്ടോ. 10ാം ക്ലാസ് ഒന്നുമില്ലേ. പ്രത്യേകിച്ച് ഞാൻ പറയാനൊന്നുമില്ല. ടൂറ് വേറെ ലെവല്. പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. ഫോൺ ആകെ എവിടെ തുറന്നാലും ഒരു 2 ഇങ്ങനെ കാണാം, മനസ്സിലായോ? ഫുള്ള് തന്നെ. ഇന്റെ ഒരു ഫോട്ടോയിലില്ല. അപ്പോ നമ്മൾ മാക്സിമം അടിച്ചു പൊളിച്ചിരുന്നു. പിന്നെ പറയാനുള്ളത്, ഞങ്ങൾക്ക് ഹാപ്പി ആയത്, ബോയ്സിന് ഹാപ്പി ആയത് ഞങ്ങൾ റൂം വേറെ ലെവലേനു. പിന്നെ അത് അടുത്തുള്ള ബസ് ഡ്രൈവർമാരൊക്കെ കടന്ന റൂമിൽ ചോദിച്ചാൽ മതി. ഇതിവിടെ പറയണ്ടല്ലോ നമുക്ക്. മോശം ഇറക്കി വിടും ഇവിടെ. പിന്നെ അച്ഛന് ലെവല്, ഹൈ ലെവല്. അച്ഛൻ പവർ റേഞ്ച് ഫുള്ള്. പിന്നെ ഷാരി മിസ്സിനും ആനീസും പറയുകയാണെങ്കിൽ ഒന്നുമില്ല, ഒന്നും പറയില്ല. ഞാനൊന്നും ഒന്നുമില്ല. എന്താണ് പോലെ കളി, ഡാൻസ് അറിയോ? ഞാൻ ആനീസിനോട് പറഞ്ഞ തല അപ്പുറത്തേക്ക് ചാടും പറഞ്ഞത്. പിന്നെ അച്ഛൻ ലവ് യു അച്ഛ. പിന്നെ അജയ, അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാ ബാക്കി കിഷോറും അജയും പറയുന്നതാണ്. ഓക്കെ, ലവ് യു, ലവ് യു. ഇന്നത്തെ ഡിജെയും ഇന്നലത്തെ റൂമും അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സും അജ്മലിന്റെ പ്രോട്ടീനും എല്ലാം നല്ല കാര്യങ്ങളായിരുന്നു. All that ends well is good. അത് പറയുന്നത് ശരിയാണ്. അന്ത്യം നന്നായാൽ എല്ലാം നല്ലത്. വളരെ നല്ലൊരു ടൂർ ആയിരുന്നു. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഇൻവൈറ്റഡ് ഗസ്റ്റ് മാത്രമാണ്. നിങ്ങളെ എനിക്ക് ഈ ഒരു 2 ദിവസങ്ങളിൽ വെച്ചുള്ള പരിചയത്തിൽ തന്നെ നമ്മളത് വൻ സെറ്റായി അല്ലേ? എല്ലാം കൊണ്ടും വളരെ നല്ല ടൂറ്. നമുക്ക് എല്ലാവർക്കും സന്തോഷം മാത്രമാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. നിങ്ങൾക്കും സന്തോഷമാണെന്ന് പിന്നെയും ഞാൻ വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വെറുതെ ഞാൻ ചിരിക്കെങ്കിൽ മട്ടില്ലല്ലോ. എന്താ ആണോ? അല്ലെങ്കിൽ ഞാൻ പൊളിയാ. എല്ലാവരും ശരിക്കും മനസ്സുകൊണ്ട് ചാക്കോച്ചന് നന്ദി പറയേണ്ടതാണ്. കാരണം നിങ്ങളുടെ ടൂറ് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പോയ ഗ്രാഫിനെ ഇങ്ങനെ മാറ്റിച്ച ആളാണ് ചാക്കോച്ചൻ അല്ലെ? അതെ അതെ അതെ. പിന്നെ അജയൊക്കെ പറഞ്ഞ മാതിരി പാക്കേജുകാരുടെയും ചില്ലറ ഇൻവോൾവ്മെന്റ് അല്ല. അജയ് രാത്രി എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കുന്നുള്ള അവരുടെ ആ ഒരു ഇൻവോൾവ്മെന്റുമാണ് നമ്മുടെ ടൂറിന്റെ വിജയത്തിന്റെ ഇത്രയും വലിയ രഹസ്യം. എന്നെക്കാളും ഇനി ബാക്കി ഷാരിം സോറി ബസ്സിൽ നിന്നിട്ട് പരിചയല്ലേ. അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. പിന്നെ ടൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എന്താ ഒരു 2nd വേൾഡ് വാർ ജയിച്ചു വന്നേക്കൊരു സന്തോഷം. എന്താണെന്നറിയില്ല. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ടൂറിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന്. ആ ഒരു ടൂറ് ഇന്ന് ഈ ഒരു
സിറ്റുവേഷനിൽ എത്തിയതിന് എന്റെ 5 ചെക്കന്മാരെയാണ് ഞാൻ ആദ്യം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. അവരെ കൂടെ കട്ടയ്ക്ക് നിന്ന് നമ്മുടെ HOD, നമ്മുടെ പ്രിൻസിപ്പാള്, അതും കഴിഞ്ഞ് നമ്മുടെ കൂടെ വിട്ട നമ്മുടെ ചാക്കോച്ചൻ, നമ്മുടെ പ്രിൻസിപ്പാള് നമുക്ക് അലോ ചെയ്ത് തന്ന നമ്മുടെ ചാക്കോച്ചൻ. ഇപ്പൊ ആൻമരിയ പറഞ്ഞ പോലെ തന്നെ ചാക്കോച്ചൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഗ്രാഫ് എന്താ പറയുക കുത്തനെ ഉയർന്നു പോയത്. നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായില്ല അച്ഛാ. പിന്നെ നമ്മുടെ പാക്കേജുകാര് നമുക്ക് സെറ്റായ പാക്കേജുകാർ തന്നെയല്ലേ കിഷോറ അല്ലേ അജയ്? ഓക്കെ, അപ്പൊ സന്തോഷം കേട്ടോ, വേറെ ഒന്നുമില്ല. നിങ്ങൾ എൻജോയ് ചെയ്തല്ലോ അല്ലേ? എൻജോയ് ചെയ്തല്ലോ, ഉറപ്പല്ലേ? ഓക്കെ, അതാണ് വേണ്ടത്. അതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നതാണ്.